രണ്ട് ചെടികൾ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാം. അതിന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂബി പ്ലാന്റും അതുപോലെ തന്നെ വെരിഗേറ്റ് അരേലിയം എന്നാണ് തോന്നുന്നത് മറ്റു ചെടിയുടെ പേര്, അതും ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു കമൻറ്റും കൂടി ഇടുക. പിന്നെ ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ എനിക്ക് പ്ലാന്റ് വേണമെന്നും കൂടിയും കമൻറ്റിൽ പറയണം കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കും. ഓൾറെഡി ഞാനിപ്പോൾ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിൽ ഞാനൊരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് കമൻറ്റ് വന്ന ആൾക്ക് ഞാൻ അയച്ചു കൊടുക്കും. കേരളത്തിലുള്ളതാണെങ്കിൽ മാത്രമേ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അയാളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആൾക്കും അയച്ചു കൊടുക്കും. ഫ്രീ ആയിട്ട് ഈ 2 ചെടികൾ അയച്ചു കൊടുക്കും. ഒരു കൊറിയർ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രീ ആയിട്ട്, ഫുൾ ഫ്രീ ആണ്. ഈ ചട്ടിയൊന്നുമില്ല കേട്ടോ. പ്ലാന്റ് നല്ല സേഫായിട്ട് വീട്ടിലെത്തും. 3 ദിവസമേ വേണ്ടുള്ളൂ വീട്ടിലെത്താൻ. പിന്നെ ഞാൻ ഈ കമൻറ്റിലൂടെ നറുക്കിട്ടെടുക്കുന്ന ഒരാളെ, അത് ഇപ്പോൾ ഈ മാസം, ഇപ്പോൾ ഇന്ന് 14-ാം തീയതി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്ക് അടുത്ത 14-ാം തീയതി ഒരു മാസം വരെയുള്ള കമൻറ്റുകളിൽ നിന്ന് എനിക്ക് ചെടി വേണം എന്ന് പറഞ്ഞ് നല്ലൊരു വീഡിയോക്ക് ചേർന്നൊരു കമൻറ്റും കൂടി ചേർത്ത് വേണം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൽ നിന്ന്, അങ്ങനെയുള്ള കമൻറ്റുകളിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഞാൻ ഒരാളും കൂടി സെലക്ട് ചെയ്യും. അങ്ങനെ 2 പേർക്കാണ് കേട്ടോ ഞാൻ ഈ ചെടി അയച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മതിൻ്റെ പൊക്കത്തിരുന്നിരുന്ന ഈ 2 പ്ലാന്റ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് ഇപ്പോൾ അതിൻ്റെ പൊക്കത്തുനിന്ന് മോനെ കൊണ്ട് ഇറക്കിപ്പിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പുല്ലെല്ലാം മാറ്റി നമ്മളിത് കെട്ടി വെക്കാൻ കേട്ടോ ഈ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം നല്ല ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ട് നമ്മൾ വെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് വേറെ പ്ലാന്റ് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഈ കുറച്ച് കാലത്തേക്ക് മഴയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കർക്കിടകം കഴിയാനായി, കർക്കിടകം കഴിഞ്ഞു തന്നെ പറയാം. പിന്നെ ഇനിയിപ്പോൾ ഒരു മാസം കൂടി 2 മാസം കൂടിയൊക്കെ നല്ല മഴയുടെ ഇതുണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിൽ വരും. അപ്പോൾ നമ്മുടെ മതിലിൻ്റെ പൊക്കത്ത് നല്ല ഭംഗിയുള്ള 10 മണികളും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചെടിയുടെ താഴെയുള്ള മണ്ണിൽ കുറച്ചും കൂടുതൽ മണ്ണ് ഇട്ടിട്ട് ഞാൻ 10 മണി കൂടി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ കയ്യിൽ പ്ലാന്റ് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 മതിലിൻ്റെ പൊക്കത്ത് ഇത്രയും മതി, 2 പ്ലാന്റ് ഞാൻ 4 പ്ലാന്റ്. അപ്പോൾ അത് 2 പേർക്കാണ് അയച്ചു കൊടുക്കുന്നത് ഫ്രീ ആയിട്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ചോദിക്കുന്ന ആൾക്ക് തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോക്ക് വന്നിട്ട് കമൻറ്റ് ഇടുന്ന ഒരാൾക്കും, പിന്നെ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് കറക്റ്റ് ഒരു കമൻറ്റ് വന്നു, അയാളെ ഞാൻ തമ്പനയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആൾക്കും ഞാൻ ചെടി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. ആൾക്ക് എന്തായാലും അയച്ചു കൊടുക്കും. പിന്നെ ഒരാൾക്കും കൂടി അയച്ചു കൊടുക്കുന്നത് ഞാൻ 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതിക്ക് ശേഷമാണ് ഈ 2 പേർക്കും അയച്ചു കൊടുക്കുന്നത്. അതായത് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ 15-ാം തീയതി ഞാൻ മിക്കവാറും ഇൻഷാ അല്ലാഹ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റോ അല്ലെങ്കിൽ ലൈവോ ചെയ്തിട്ട് ഞാൻ നറുക്കെടുക്കുന്ന ഒരാൾക്കും, ലൈവിലൂടെ അല്ലെങ്കിൽ നറുക്കെടുക്കുക, അല്ലെങ്കിൽ ഞാൻ നറുക്കെടുക്കുന്ന ഒരാൾക്കോ ആണ് ഞാനിത് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ കൊറിയറായിട്ട് ചെടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്കത് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെ ഞാൻ ഈ ചെടി നടുന്നതിന് മുന്നേ ഞാൻ കരിയിലയും അത് വെച്ചിട്ടാണ് ഞാൻ ചെടി നട്ടിട്ടുള്ളത്. അപ്പോൾ കരിയിലൊക്കെ ഒരു വിധത്തിൽ ദ്രവിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ വേരിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിൽ 10 മണി നട്ടുപിടിപ്പിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മാസത്തിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ, എനിക്ക് മുതലാകും എന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി ചെയ്യുന്ന പ്ലാൻസിൽ നിന്ന് കമൻറ്റിലൂടെ ഇത് വിജയിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു അയച്ചു കൊടുക്കുന്ന ഒരു കാര്യം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും പ്ലാൻസുകൾ അയച്ചു കൊടുക്കാം കേട്ടോ. ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൂടുതലുള്ള പ്ലാന്റുകളുടെ വീഡിയോസുകൾ ഞാൻ ചെയ്യുമ്പോൾ നോക്കാം. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കമൻറ്റ് ഇടുക. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് പ്ലാന്റ് വേണം എന്നും കൂടി പറയണം കേട്ടോ. പ്ലാന്റ് വേണമെന്നും കൂടി പറയണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. ഞാനിതിൽ ചെടി നടുന്നതിനെ കുറിച്ചിട്ട് നല്ലൊരു കമൻറ്റ് ഇട്ടേക്ക്. നറുക്കെടുക്കുന്ന ആൾക്കാണ് കിട്ടുക. ചെടി വേണമെന്ന് പറഞ്ഞിട്ട്
ഇട്ടിട്ട് നറുക്കെടുത്ത് കിട്ടുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ ഗിഫ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഒരാൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആളൂട്ട. അപ്പോൾ നമ്മളെ കയ്യിൽ കുറേ അത്യാവശ്യം നല്ല കുറേ കളേഴ്സ് 10 മണി ഉണ്ട്. രണ്ട് തരം ലീഫ് വരുന്നതും ഉണ്ട് കേട്ടോ. അതിൽ പലതരം കളേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മറ്റേ പ്ലാന്റില്ലേ, വെരിഗേറ്റ് അരേലിയം പ്ലാന്റ്, ഇപ്പോൾ റൂബി പ്ലാന്റാണ് ഇങ്ങനെ കെട്ടി വെച്ച് സെറ്റ് ചെയ്തത്. ഇനി വെരിഗേറ്റഡ് അരേലിയം പ്ലാന്റും ഇതേപോലെ തന്നെ കെട്ടി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് കുറവായ കാരണം കേട്ടോ നല്ല ചുമന്ന മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൽ 10 മണി നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾക്കിപ്പോൾ മഴയൊക്കെ അല്ലേ, എന്തായാലും 10 മണി നന്നായിട്ടുണ്ടാവും ചെയ്യും. പിന്നെ നമ്മുടെ മതിലിൻ്റെ മുകളിലേക്ക് റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നോക്കി പോകും കേട്ടോ. പായൽ പിടിച്ച മതിലാണെങ്കിലും ആൾക്കാർ നന്നായിട്ട് നോക്കി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ മതിലിൻ്റെ മുകളിലത്തെ പായലിനെ പറ്റിയിട്ട് കുറ്റം പറയാൻ നിൽക്കരുത് കേട്ടോ. മഴ ആയാലും ഇതൊക്കെ എല്ലാ മതിലുകൾക്കും സ്വാഭാവികമാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ ചെടികളൊക്കെ വെക്കണ കാരണം കൂടുതൽ പായൽ പിടിക്കും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇതും ഞാൻ കെട്ടി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്ലാന്റും ഇതുപോലെ കെട്ടി വെച്ച് നല്ല ബുഷിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യത്തിന് 10 മണി എല്ലാ ചട്ടികളിലും നട്ടുകൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഒരു 5-6 ചട്ടികളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നാണ് ഞാൻ അടുത്ത മാസം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരണം കേട്ടോ. ഫ്രീ ആയിട്ട് അയച്ചു തരണം. ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് അയച്ചു തരണം കേട്ടോ. ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ തുടർന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെടികൾ അയച്ചു തരേണ്ട കേട്ടോ. എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമ ഉണ്ട്, സിങ്കോണിയ ഉണ്ട്, അങ്ങനെ കുറേ ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസുകളായിട്ട് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ആന്തൂറിയ ഉണ്ട്, ഒരുപാട് ചെടികളുണ്ട്, മണി പ്ലാന്റ് ഉണ്ട്. അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെമ്പരത്തിക്കമ്പിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചെമ്പരത്തിയുടെ കമ്പനിക്ക് കൊണ്ടുവന്ന് തന്ന ഇത്താക്ക് ആ വീഡിയോയിൽ കിട്ടിയ കാശിൽ നിന്ന് ഞാൻ കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് $4 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് ഞാൻ ആ ഇത്താക്ക് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തത് എടുത്ത് പറയല്ല, ഞാൻ ആ വീഡിയോ കണ്ടവർക്ക് സംശയം തോന്നാൻ നിങ്ങളത് കൊടുത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവർ ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചെമ്പരത്തിയുടെ കമ്പ് പിടിപ്പിക്കണതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നസീമ നവാസ് എന്ന് പറഞ്ഞ കമൻറ്റ് ഉള്ള ആ ഒരു വ്യക്തിയാണ് കേട്ടോ. കമൻറ്റ് ഇട്ട വ്യക്തിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെടിയൊക്കെ സെറ്റാക്കി അതിൻ്റെ ഇടയിൽ റോസ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ മതിലിൻ്റെ പൊക്കത്തൊക്കെ സെറ്റ് ചെയ്തു. ഇനി ആ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ എനിക്ക് 15,000 സബ്സ്ക്രൈബേഴ്സായി. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രീ ഒരു ഓഫർ വെച്ചത്. ഇനി തുടർന്നും നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ എനിക്ക് അയച്ചു തരണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക.